ഹായ് എവരിവൺ. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ജനനായകൻ്റെ ട്രെയിലർ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറേ പേര് കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരു ദിവസം ലേറ്റായി, എന്നാലും നമ്മൾ ചെയ്തിട്ട് നമുക്കിപ്പോൾ അതിൻ്റെ നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്പോട്ടുള്ള റിയാക്ഷൻസ്. അതെ, വിജയുടെ ലാസ്റ്റ് പടമാണ്. അതെ, എനിക്ക് തോന്നുന്നില്ല ആളെ ലാസ്റ്റ് ആൾ ഗസ്റ്റ് റോളൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലാണ്ട് എനിക്ക് തോന്നുന്നു ആളൊരു മെയിൻ കാസ്റ്റിൽ വരുന്ന ലാസ്റ്റ് പടമാവാനാണ് സാധ്യത. ഇല്ല, വിജയുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് മിനി സിനിമയിലേക്ക് തിരിച്ചു വരാൻ പൊളിറ്റിക്സ് 100% പൊളിറ്റിക്സ് കുറവാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ അത്. തമിഴ്നാട്ടിലുള്ള പോലെ തന്നെ നാട്ടിൽ കേരളത്തിലെ ആൾക്ക് ഒരുപാട് ഫാൻസ് ഉള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് രണ്ടു കൂട്ടരും നിരാശയിലായിരിക്കും. പക്ഷെ പൊളിറ്റിക്സ് ഉള്ളത് കൊണ്ട് കുറച്ച് പേര് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ലെറ്റ് us hope for the best. ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും പുള്ളി ഇനി സിനിമകൾ ചെയ്യണമെന്ന്. അല്ല, ഒരുപാടൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, വർഷത്തിലൊന്നോ അതെ, കമലഹാസനൊക്കെ ചെയ്യണത്. അതെ, അത്രയൊക്കെ പ്രതീക്ഷിക്കുന്നു. കാരണം ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഓളത്തിനെക്കാട്ടി തമിഴില് ഏറ്റവും എനിക്ക് തോന്നുന്നു റിപ്പീറ്റ് വാല്യൂ ഉള്ള മൂവീസ് ചെയ്യുന്നത് ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും പടം ഫ്ലോപ്പോ നല്ലതോ ഇനീഷ്യൽ സ്റ്റേജിൽ പിക്ക് പോറാന്നൊക്കെ പറഞ്ഞാലും ഇവന് റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകൾ തമിഴില് ഏറ്റവും നല്ലത്, ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാർ പിന്നെയും കാണുന്നതും ഒരു പടം തുടക്കം തൊടല് അവസാനം വരെ കാണുന്ന ഒരു A to Z. അതിന്റെ ഇപ്പൊ ക്യാമറ, മ്യൂസിക്, അതിന്റെ ഫിലിം ബാക്ക്ഗ്രൗണ്ട്, കളേഴ്സ് എല്ലാം ഏത് രീതിയിൽ നോക്കിയാലും എനിക്ക് തോന്നുന്നു അതിനൊരു ആംബിയൻസ് ഉണ്ട്. തിയേറ്ററിൽ പരാജയപ്പെടുന്ന സിനിമകളെന്ന് പറയപ്പെടുന്ന സിനിമകൾ പോലും ആൾക്കാർ പിന്നെയും OTT-ലും യൂട്യൂബിലും ഒക്കെ ഇരുന്ന് വാച്ച് ചെയ്യുന്ന ഒരേ ഒരു നടനുണ്ടെങ്കിൽ അത് വിജയുടെ സിനിമകളാണ്. നിങ്ങൾക്ക് അങ്ങനെ പിന്നെ വിജയുടെ ഒരു എന്താ റേഞ്ച് പറയണമെന്നുണ്ടെങ്കിൽ ആള് ചെയ്തിരിക്കുന്ന റീമേക്ക് സിനിമകൾ നോക്കിയാൽ മതി. അതിന്റെ ഒറിജിനലിനെക്കാട്ടിലും ഹിറ്റായിരിക്കുന്ന സിനിമകളാണ് വിജയ് ചെയ്ത സിനിമകൾ. അതായത് പോക്കിരിയൊക്കെ മഹേഷ് ബാബു ആണ് തെലുങ്കിൽ ചെയ്തത്. ഈ പടം തന്നെ ഭഗവത് കേസരിയുടെ നമ്മുടെ റീമേക്ക് ആണെന്ന്. അതെ അതെ, അങ്ങനെ ഒരു കുറെ പോസ്റ്റേഴ്സ് ഒക്കെ റിലീസ് ആയിട്ട്. അതെ അതെ, ഈ 3 Idiots പോലും വിജയുടെ ഒരു ശൈലിയിലേക്ക് മാറിയപ്പോ അത് അത് 3 Idiots ഹിന്ദിയിൽ മുട്ടാൻ പറ്റില്ല. പക്ഷെ എന്നാൽ കൂടി വിജയുടെ ശൈലിയിലേക്ക് മാറിയപ്പോ അതൊരു വേറൊരു ആംബിയൻസിൽ പോയിട്ടുള്ളൂ. ഭയങ്കര ഹിറ്റായ പടമാണ്. വിജയുടെ കരിയറിൽ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ചെയ്തൊരു സിനിമയും കൂടിയാണ്. അതെ, ട്രെയിലറിലേക്ക് പക്ഷേ ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. അവയാരും വിശ്വസിച്ചില്ല. ദളപതി വെற்றிക്കൊണ്ടേ അത് മറ്റേ അൺമാച്ച്ഡ് ഓറ സ്ക്രീൻ പ്രസൻസ് വേണം. നല്ല ഫ്രെയിം. ഇത് പോലീസായിട്ടുണ്ടോ? പോലീസാണോ? സംഭവം ഒന്നുകിലൊക്കെ പറയാറുണ്ട്. പെങ്ങൾ പാസ്സായിരിക്കും വീണ്ടും. ആർമി അപ്ലിക്കേഷൻ്റെ മോള് പാസ്സാണോ? അതെ, അത് ഭഗവത് കേസരിയാണ്. ഇതുവരെ കണ്ടതില് ഹൈക്കോടതി ഓവിഡിയോ ഒരു വില്ല അല്ലേ? അതെ, ഞാൻ പെട്ടെന്ന് ദിലീപാണ്. ഇതിലുണ്ട് നാട്ടുകാരെ രക്ഷിക്കുന്ന പരിപാടി തന്നെയാണെന്ന് ഉണ്ടല്ലോ. വീണ്ടും രക്ഷകൻ തന്നെയാണ്. എന്റെ അമ്മേ, ആ പാട്ടിന്റെ ഒരു ഗ്രാവിറ്റി കിട്ടുന്ന ആ സീനുകൾ കിട്ടപ്പെടും അല്ലേ? നല്ല ബീറ്റ് അല്ലേ? വരില്ല, ഇതുവരെ ഇറങ്ങി എല്ലാ ബീറ്റും കിട്ടില്ല. മെറസൽ ലുക്ക് ഉണ്ട് അല്ലേ? അതെ, അതേ രീതിയിൽ റായപ്പന്റെ ലുക്ക് ഉണ്ട്.
അമ്മേ ഇതിന്റെ ഇപ്പൊ ഒരു ഐഡിയവേ ഇല്ല. മറ്റേ ഇതിലുള്ളവരില്ലേ വെട്ടിയും പോകെയാണല്ലോ. ഇത് വന്ന് കമേ ഓ കമ്മിങ് ആക്കി, വെയിറ്റിംഗ് മാറ്റി കമ്മിങ് ആക്കിയിട്ടുണ്ട്. മറ്റൊരു നല്ലത് പண்றதுக்கு அரசியலுக்கு வாங்க. അത് പലർക്കും ഇട്ടുള്ള കൊട്ടാണ്. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ മാച്ച് ചെയ്ത രീതിയിലുള്ള എന്താണത്? ഹ്യൂമൻ വേർഡാ? റോബോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിൽ കുറെ കണ്ടില്ല ഡ്രോൺ വെച്ചിട്ടുള്ള ഒരു സീനൊക്കെ ഉണ്ട്. ഒരു പ്ലെന്റി ഓഫ് ഡ്രോൺസ് വെച്ചിട്ട് ഒരു റേസ് ചേസ് സീനൊക്കെ എടുത്തിരിക്കണല്ലേ. ഇത് ആർമിയാണോ അറിയില്ല, പോലീസ് യൂണിഫോം ഉണ്ട് എന്തായാലും. ഇനിയിപ്പോ ഡബിൾ റോൾ ആണെങ്കിലും ഉള്ളൂ. അല്ല, ട്രെയിലറിന്റെ ഫസ്റ്റ് ഹാഫ് കേസരിയാണ് തന്നെ. പക്ഷെ കണ്ടല്ലോ ഭഗവത്ഗീത കണ്ടല്ലോ. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ കഥ പറഞ്ഞ് അറിയാം. അതിനെയും കാണാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം കേസരി ആണെങ്കിൽ ഞാൻ ആ പടം കണ്ടല്ല. ആളുടെ പടങ്ങൾ ഞാൻ അധികം കാണാറില്ല. പക്ഷെ എനിക്ക് ഇതിൽ വേറെ കുറച്ച് സീനുകൾ വെച്ച് നോക്കുമ്പോഴേ പേഴ്സണലി ആ ലുക്കൊക്കെ ഇല്ലേ കുറെ സിനിമകളുടെ ലുക്ക്, ഇത് റെഫറൻസിന്റെ പിന്നെ മറ്റേ കളിയായിരിക്കും. തെറിയിൽ വരുന്ന പോലെ ഒതുങ്ങി ഇരുന്നിട്ട് പഴയ കാലം ഉണ്ട് എന്ന് പറയുന്ന ഒരു സെറ്റപ്പില് ആ ഒരു സാധനമാണ് തോന്നുന്നു. 2 ടൈംസ് ഉണ്ടെന്ന് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്, പിന്നെ ഒരു വേറെ പാസ് ഉണ്ട്. മമിതയ്ക്ക് എനിക്ക് തോന്നുന്നു, മമിത ബൈജുവിന് എനിക്ക് തോന്നുന്നു ഒരു ഫിലിം ഫുൾ റോൾ ഉണ്ടെന്ന് തോന്നുന്നതില്. ഭഗവത് കേസരി ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്രൂഷ്യലാണ്. മറ്റേ ഭഗവത് കേസരിക്കകത്ത് ശ്രീലീല ചെയ്ത ക്യാരക്ടറാണെന്ന് തോന്നുന്നു. സ്ഥിരമായിട്ടുള്ള പരിപാടിയിൽ ഈ പെങ്ങൾ പാസം, മക്കൾ പാസം ഇതൊക്കെ കേറി തങ്കച്ചി പാസം. പക്ഷെ എന്തായാലും ഇതൊരു വിജയ് പടം എന്നുള്ള രീതിയിൽ കണ്ടാകും. പടത്തിന്റെ ഇപ്പൊ തന്നെ ക്യാമറയും ആ ഫുള്ള് മൂവ്മെന്റും അതിന്റെ ഒരു ആംബിയൻസ് ഒക്കെ നോക്കിയിട്ട് ഒരു സീൻ ഉണ്ടാവും, ഒരു വൈബ് ഉണ്ടാവും. ഒരു ഈ അതിന്റെ പടത്തിന്റെ ഫുൾ കളർ ഗ്രേഡ് ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും ഭയങ്കര രസമുണ്ട്. പുള്ളി പ്രസന്റ് ഫ്രെയിമും ഭയങ്കര ഒരു ആക്ഷൻ സീക്വൻസിലെല്ലാം ചില മൂവ്മെന്റ്സ് എല്ലാം വരുന്നുണ്ട് നല്ല. പിന്നെ അനിരുദ്ധന്റെ മ്യൂസിക് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പടം ഒരു 50% ആണെങ്കിൽ അതിനെ ഒരു 90%ലേക്ക് ലിഫ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള അനിരുദ്ധന്റെ കഴിവ് അത് വേറെ ഇപ്പം കറണ്ട് ഒരു സിറ്റുവേഷനിൽ വേറെ ആരും ഇല്ലെന്ന് തന്നെ പറയാം, അല്ലേ? അസാധ്യം. തമിഴില് അനിരുദ്ധാണ്. പിന്നെ തമിഴൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അനിരുദ്ധിന്റെ ട്രാക്ക് കിടിലമാണ്. അതെ, ഇപ്പൊ ആളുടെ ടൈമാ, എന്ത് ചെയ്താലും ഇപ്പോഴെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അനിരുദ്ധ് ഇപ്പം കണ്ടിന്യൂസ്ലി ഒരു 6 years 7 years റിപ്പീറ്റഡ് അല്ല. BGM ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അനിരുദ്ധിന്റെ BGM ഉള്ളൂ ഇപ്പൊ കറന്റ്ലി എല്ലാതും. മിക്ക റിംഗ് ടോൺസ് ഹിറ്റ് എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് ഹിറ്റ് ആയില്ലേ. അതുപോലെ മറ്റേ കൂലിക്കകത്തില് നമ്മള് കേൾക്കാത്ത, അതായത് ആദ്യമേ ഇറക്കാത്ത കുറെ ട്രാക്കുകളുണ്ട്. ഒരു ചെയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട്. അതൊക്കെ ഭയങ്കര ഇന്റർനാഷണൽ ലെവലിൽ ചെയ്തു വെച്ചിരിക്കുന്ന ട്രാക്കാണത്. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മളത് കണ്ടു. നിങ്ങളത് കണ്ടിട്ട് ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്യുക, എങ്ങനെയുണ്ട് ഇതിന്റെ അഭിപ്രായങ്ങൾ, എന്താണ് നിങ്ങൾക്ക് തോന്നിയത്. ഇപ്പൊ ഭഗവത് കേസരിയായിട്ടുള്ള കണക്ഷൻസ് ഉണ്ടോ, നിങ്ങൾ ആ പടം കണ്ടവരുണ്ടെങ്കിൽ ആ ഫ്രെയിംസ് ഒക്കെ നോക്കിയിട്ട് അതിനായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. ഭഗവത് കേസരി എന്നല്ല, ഇനിയിപ്പോ ഏത് പടമാണെന്നുണ്ടെങ്കിലും നമ്മള് ഫസ്റ്റ് ഷോ ഞങ്ങളുടെ ഈ സർക്കിളിലെ ഏറ്റവും വലിയ വിജയ് ഫാനാണ്. എന്താണ് വിജയ് വിരമിക്കുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വിരമിക്കരുത് അല്ലല്ല. ഇന്നലെ സത്യം പറഞ്ഞ ഇന്നലെ ട്രെയിലർ ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ കുറെ ആൾക്കാരുടെ റിയാക്ഷൻ വീഡിയോ കണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ആൾക്കാർ വൺ ലാസ്റ്റ് ടൈം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇമോഷണലി ഭയങ്കര പ്രശ്നമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, തിയേറ്ററിൽ പോയി പടം കാണാൻ തുടങ്ങിയതിനു ശേഷം ഏതെങ്കിലും വിജയ് പടം മിസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, എല്ലാ പടം ഏത് ഈ അടുത്ത് നമ്മൾ ഇവിടെ വന്നതിന് ശേഷമാണെങ്കിലും ഇപ്പൊ ബഹറിൽ വന്നൊരു പാചകം ഇപ്പൊ ഏറെക്കുറെ ഇവിടെ എല്ലാ പടം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യം നമുക്കതൊരു എന്തോ ഒരു നെഗറ്റീവ് തോന്നിയാലും പിന്നെ നമ്മൾ ടിവിയിലും സിനിമയൊക്കെ ഷോർട്സ് റീൽസ് ഒക്കെ കാണുമ്പോൾ നമ്മളത് വീണ്ടും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ലിയോ അന്ന് ഇറങ്ങിയ സമയത്ത് കുറെ വിമർശനം ഉണ്ടായിരുന്ന സിനിമയാണ്. അതായത് സെക്കൻഡ് ഹാഫ് ഭയങ്കര ബോറാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. പക്ഷെ സെക്കൻഡ് ഹാഫ് നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഇപ്പം നെറ്റ്ഫ്ലിക്സിലാണെന്ന് തോന്നുന്നു പടം ഉള്ളത്, കണ്ടു നോക്കും. സെക്കൻഡ് ഹാഫിൽ ഒരു 15-20 minutes അവോയ്ഡ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ടോപ്പ് നോച്ച് ആണ്. അതിന്റെ ക്ലൈമാക്സിലുള്ള ഫൈറ്റ് സീക്വൻസ് ആയിക്കോട്ടെ, എല്ലാ സാധനവും ടോപ്പ് നോച്ച് ആണ്. അതിന് അൺമാച്ച്ഡ് ആയിട്ട്. പിന്നെ വിജയ് സ്ക്രീനിൽ വന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കരിസ്മയുണ്ട്, അത് വേറെ ആർക്കും ഇല്ലാത്ത ഒരു സാധനം. ഇന്ത്യയില് എനിക്ക് തോന്നുന്നു മുമ്പൊക്കെയാണ് ഷാറൂഖ് ഖാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഫാൻ ബേസ് എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ ഇപ്പം വിജയ് ആണ്. സിംഗപ്പൂർ നടന്ന പരിപാടി തന്നെ ഉണ്ട്. 1.5 ലക്ഷത്തോളം ആൾക്കാർ ഒരാളെ കാണാൻ വരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്സിലെ ആളുടെ ഓരോ മീറ്റിംഗ്സ് അറേഞ്ച് ചെയ്യണം. നമ്മളും
ആള് ഫാൻസ് തന്നെയാണ് മുക്കാവാ. അതിപ്പോ നോക്കി കഴിഞ്ഞാൽ പൊളിറ്റിക്സ് നോക്കിയിട്ടല്ല അവിടെ കൂടുതൽ എല്ലാവരും പ്രസന്റ് ആണ്. അയാളുടെ പൊളിറ്റിക്സ് അയാളുടെ പിന്നിലുള്ള ഈ പൊളിറ്റിക്സ് ആണെങ്കിൽ ഇത്രയും ചെറിയ പിള്ളേര്, പെണ്ണുങ്ങള്, പിന്നെ പ്രായത്തിൽ ഒരു കോളേജ് സ്റ്റുഡൻസ്, ഇവരൊക്കെയാണ് കൂടുതലായി വരുന്നത്. വെറുതെ ഒരു നടൻ എന്നുള്ള രീതിയിലുള്ള ഫാൻ ഫോളോയിങ് മാത്രമല്ല വിജയ്ക്കുള്ളത്. അത് പറയുമ്പോ അതെ ഒരു ഇമോഷൻ ഉണ്ട്. കാരണം അയാളൊരു നടൻ എന്നുള്ള രീതിയിൽ മാത്രമുള്ള ഫാൻ ഫോളോയിങ് ആണെങ്കിൽ വേറെ നടന്മാരുണ്ടായിട്ടുണ്ട്. രജനീകാന്ത് അടക്കമുള്ള നടന്മാരുണ്ടായിട്ടുണ്ട്. ഇപ്പം കമ്പാരിസൺ ഒന്നുമല്ല, രജനീകാന്തും കമലഹാസനും ഒക്കെ കൂടെ ഉണ്ടായിരുന്ന ഒരു പരിപാടി ഈ നമ്മുടെ ഓഡിയോ ലോഞ്ച് നടന്ന അതേ വേദിയിൽ ഒരു 2 years, എനിക്ക് തോന്നുന്നു 2 years അങ്ങാണ്ട് മുമ്പാണെന്ന് തോന്നുന്നു. അതിന്റെ ഓരോ വിഷ്വൽസ് ഒക്കെ ആൾക്കാരെ എടുത്തിട്ടേക്കുന്ന കാണാം. അപ്പൊ ഇതൊന്നും ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ആംബിയൻസും അവിടെ ഉണ്ടായിരുന്നില്ല. കമ്പാരിസൺസ് ഒന്നും ഇല്ല. ക്രൗഡ് തന്നെ ഉണ്ട് ആൾക്ക്. അത് ഒരു പറയാ ഒരു ഭയങ്കര ഒരു ഹെവി ബേസ് തന്നെയാണ്. അതിപ്പോ കേരളം ഇപ്പൊ എടുത്തു പറയാൻ പടത്തിന്റെ ഒരു കഴിഞ്ഞ ഒരു 10-12 കൊല്ലം കേരളത്തില് ഭയങ്കരമായിട്ട് പടങ്ങൾ റിലീസ് കൂട്ടിയത് ഈ വിജയുടെ ബേസിൽ തന്നെയാണ്. വിജയുടെ പടങ്ങളൊക്കെ ഇപ്പൊ വിജയ് പടങ്ങൾ തിയേറ്ററിൽ നിന്ന് മിസ്സായി പോയി കഴിഞ്ഞാൽ ഒരു വൻ നഷ്ടം തന്നെ കേരളത്തിൽ. അതെ, ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് വന്നിട്ട് വിജയ് റോഡിൽ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി നിന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഏതാണ്ടൊരു 1 minute 2 minute അങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ആ കംപ്ലീറ്റ് ഏരിയ ബ്ലോക്ക് ആയി ഒരു 2 മണിക്കൂറത്തേക്ക്. അത് ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നമ്മുടെ കാര്യവട്ടം ഗ്രീൻഫീൽഡിൽ പടത്തിന്റെ ഷൂട്ടിങ്ങിന് വന്നിട്ട് അതെ അതെ എന്തോ സ്റ്റേഡിയത്തിൽ കൊള്ളാത്ത ആൾക്കാര് പുറത്തുണ്ടായിരുന്നു പുള്ളിയെ കാണാൻ. കേരളത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഫാൻസിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി അത് നമ്മൾ കണ്ടുപിടിക്കണം. വേറെ തമിഴ്നാട് കഴിഞ്ഞാൽ പുള്ളിക്ക് ഏറ്റവും കൂടുതൽ ഫാൻസ് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നിസ്സംശയം പറയാം. ഉറപ്പായിട്ടും നമുക്കിവിടെ തരുൺ മൂർത്തി ലാലേട്ടന്റെ കാര്യം പറഞ്ഞല്ലോ. അതായത് ഒരു സ്ലീപ്പർ സെല്ലിൽ ലാലേട്ടനുണ്ടെന്ന് പറഞ്ഞു. എന്ന് പറയുന്ന പോലെ എത്ര നെഗറ്റീവ് പബ്ലിസിറ്റി ഉള്ള പടങ്ങളാണെങ്കിൽ പോലും വിജയുടെ പടം ഒന്നും ബ്രേക്ക് ചെയ്യാനാകാതെ പോകില്ല. അതാണ് ആ പടത്തിന്റെ ഒരു വിജയ് എന്ന് പറയുന്ന നടന്റെ ഒരു പ്രത്യേകതയാണത്. അപ്പോ നമ്മളത് മോസ്റ്റ് ബാങ്കബിൾ സ്റ്റാർ ആണ് ഈ അഭിനയത്തോടെ വിട പറയാൻ. അതെ അതെ, റവന്യൂ ഇത്ര ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞതിൽ പറഞ്ഞു എനിക്ക് പൈസ ഉണ്ടാക്കാനായിരുന്നെങ്കിൽ ഞാൻ പൊളിറ്റിക്സിൽ വരേണ്ട കാര്യം. ഞാൻ എന്റെ പീക്ക് ടൈമാണ്. പുള്ളി തന്നെ പറഞ്ഞ പോലെ കരിയറിൽ ഉച്ചം എന്താണെന്ന് ആ ഒരൊറ്റ സൗത്ത് ഇന്ത്യ തന്നെ. പിന്നെ രജനീകാന്തൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ രജനീകാന്തിനോട് തന്നെ ഈക്വലി പിടിക്കാൻ പറ്റുന്ന ഒരു എനിക്ക് തോന്നുന്നു പടങ്ങളുടെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഈ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് രജനീകാന്ത് ആയിരിക്കും. അതോ റവന്യൂ ജനറേഷൻ പാർട്ട് വിജയുടെ ആളെ നിൽക്കുന്ന സ്റ്റേജിൽ നിന്ന് ആള് ഇറങ്ങി എനിക്ക് തോന്നുന്നത് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുമ്പോ ആൾക്കൊരു പ്ലാൻ ഉണ്ട്. എനിവേ ഗൈസ്, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ 9-ാം തീയതി തിയേറ്ററിൽ ഞങ്ങള് അത് പറയാൻ പറഞ്ഞു, ബഹ്റിനില് ഞങ്ങളൊരു പ്രീമിയർ ഷോ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഫാൻസിന് വേണ്ടിയിട്ട്. അപ്പൊ കോൺടാക്ട് ചെയ്യാൻ ഞങ്ങൾ അതിന്റെ പോസ്റ്റർ എല്ലാം ഇടുന്നുണ്ട്. എല്ലാ ഫാൻസും ഞങ്ങൾക്ക് രാവിലെ അവിടെ ഉണ്ടാവണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രിബ്യൂട്ട് പരിപാടികളും ഡാൻസും വിജയ്ക്ക് വേണ്ടിയിട്ടുള്ള ആരവങ്ങളും എല്ലാം തിയേറ്റർ നമ്മളൊരു ഓളം ഉണ്ടാക്കും അല്ലേ? അതെ, തിയേറ്റർ കത്തിക്കും. പുറത്തുനിന്ന് കുലുങ്ങുന്ന സൗണ്ട് കത്തിക്കുന്ന ഫൺ ബേസ് ആണ്. ഇനി കത്തിക്കുന്നുള്ള എടുത്തിട്ട് മറ്റേ സബ് ടൈറ്റിൽ വരുമ്പോ തിയേറ്റർ കത്തിക്കും. അപ്പൊ ഗൈസ്, അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടിട്ട്. സീ യു നെക്സ്റ്റ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ. ബൈ.